എന്താണ് ഈഗോ? വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും നടുവിലുള്ളൊരു തിൻ ലൈനാണെന്ന് തോന്നുന്നു. അതെല്ലാം കൊണ്ടും മോശമല്ല. സെൽഫ് റിയലൈസേഷൻ വേണ്ടേ, സെൽഫ് എസ്റ്റീം അല്ലേ? വേറൊരു ആംഗിളിൽ ആലോചിച്ച രസമുള്ളൊരു ആംഗിൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈഗോനെ ഡിഫൈൻ ചെയ്തത്? ഡിഫിനേഷനെ പോട്ടെ, എല്ലാവർക്കും മനസ്സിലാവണ്ടേ. എന്നെ അവർ വേണ്ടത്ര ഗവനിച്ചിട്ടില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണ്. അതായത് സിജനെ ഞാൻ വേണ്ടത്ര റെസ്പെക്റ്റ് തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന റെസ്പെക്റ്റിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ എന്തിലും അതിലേക്ക് ഞാൻ എത്തിയില്ല, അതിനെ കേടുപാട് വരുത്തുന്ന എന്തോ ഞാൻ ചെയ്തു, അത് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ ആർക്കാ ശരിക്കും ഈഗോ? എനിക്ക്. എനിക്കല്ലേ ഫീൽ ചെയ്തത്. അപ്പൊ എനിക്ക് ഈഗോ. അപ്പൊ എല്ലാരും പറയുന്നത് എന്താണ്? അവൻ അഹങ്കാരാണ്, അവൻ വലിയ ഈഗോ ആണ്. എന്താ കാര്യം? എനിക്ക് കിട്ടേണ്ട ഈ അത് അവനത് അറിഞ്ഞിട്ടും പോലും ഉണ്ടാവില്ല ചിലപ്പോ. അപ്പൊ എനിക്ക് തന്നെയല്ലേ ഹീറോ, ഐ മീൻ ഈഗോ ആറ്റിറ്റ്യൂഡ്, ഹീറോ ആറ്റിറ്റ്യൂഡ്. ഇനിയിപ്പോൾ അങ്ങനെയെല്ലാം പറയാം. ഓക്കെ, അപ്പം അഹന്ത അല്ലേ, ഈ ഫാക്ടർ ഇടങ്ങേറാണത്. ഒരു കേട്ടോണ്ടിരിക്കുന്നവർക്കെല്ലാം ഇറിറ്റേഷൻ ആയിരിക്കുമല്ലേ. നമ്മളൊരു ഐ സ്പെഷ്യലിസ്റ്റ്. ഐ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ നല്ലതായിരിക്കും. വിനയത്തിനും വിധേയത്വത്തിൻ്റെ ഇടയിലുള്ളൊരു ലൈൻ, അത് കൂടുതലായി കഴിഞ്ഞാൽ അത് സെൽഫ് എസ്റ്റീം വേണമല്ലോ. സെൽഫ് എസ്റ്റീമിന്റെ പരിധി കുറച്ച് കൂടുമ്പോൾ, പക്ഷെ ഈ കൂടുന്ന അളവ് നിയന്ത്രിക്കാൻ നമുക്ക് അങ്ങനെ മീറ്റർ ഇല്ല. നമ്മുടെ സൗഹൃദത്തിന്റെ സ്പേസിൽ നമുക്ക് ചിലപ്പോൾ ഒരു തെറിയെല്ലാം വിളിക്കാമായിരിക്കും. അതല്ലാത്ത ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് ഇടങ്ങാറല്ലേ. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് എല്ലാം ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ട് എല്ലാവർക്കും കിടന്ന് കൗച്ചിലെല്ലാം കിടന്ന് വഴക്കിടുന്നത് അങ്ങനെ ഉണ്ടാവില്ലേ. അതിപ്പോ ഒരു ബസ്സിൽ നിന്ന് ഒരു പരിചയമില്ലാത്ത ജസ്റ്റ് ഒന്ന് കൈമുട്ടിയാൽ നമുക്കൊരു ഇടങ്ങാറാവില്ലേ. ഇത് കംഫർട്ട് സോണിന് അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സെൽഫ് എസ്റ്റീമിൽ നിന്ന് ഈഗോയിലേക്ക് മാറുമ്പോൾ, നന്ദാ നിലയിലേക്ക് മാറുമ്പോൾ, അതിൻ്റെ മീറ്റർ നിയന്ത്രിക്കണമെങ്കിൽ വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, നല്ലതെന്ന്. അത് നിയന്ത്രിക്കാൻ ഒരു നിയതമായൊരു തോതില്ല പറയായിരുന്നേ. അതെ, മനസ്സിലായി. പക്ഷെ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ പറയാം. വേറെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ. അല്ലല്ല, ഇപ്പൊ ഞാൻ പറയുന്ന പോലെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ അടുത്ത് നമ്മളിപ്പോ ഒരു തെറി പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്കതൊന്ന് ഉള്ളിലേക്കേ കയറില്ല. പക്ഷെ ഇപ്പൊ അവരുടെ വൈഫ് അടുത്തുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ അവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്തുണ്ട്, അപ്പം ഇത് പ്രശ്നമാവില്ലേ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യാതെ ഇത് എവിടെയാണെന്ന് നിയന്ത്രിക്കേണ്ട മീറ്റർ അങ്ങനെ ആരും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്തുകൊണ്ട് മോശം തന്നെയല്ലേ. ഒട്ടുമില്ലാണ്ടും ആയിക്കൂടാ, കൂടിപ്പോകാനും പാടില്ല. ആ പരിധിയിൽ നിർത്തുന്നത് നല്ലത്. ഒട്ടുമില്ലാണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പിന്നല്ലാണ്ട് നശിപ്പിച്ച കളിയില്ലേ. അത് അങ്ങനെ ഒരു കുനിയൽ ആറ്റിറ്റ്യൂഡ് ആവാതിരുന്നാൽ മതി. നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കാന്നൊക്കെയാണ് ഇതിൽ പറയല്. അത് നമ്മുടെ ആ സൗരയൂഥത്തിന്റെ ചിത്രം കാണിച്ചിട്ട് ഇങ്ങനെ ഒരു പൊട്ട് കാണിച്ചിട്ട് ഇതാണ് ഭൂമി, അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് ചുറ്റിനെല്ലാം നോക്കാൻ പറ്റിയാൽ മതി. ഒന്നുമല്ല. നമ്മളില്ലെങ്കിൽ ഈ ഭൂമിക്കോ ഇനി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ചരിത്രം നോക്കിയാൽ മതി. അതെല്ലാം മനസ്സിലാവുമ്പോൾ പോകാൻ പറ്റുന്ന ഈഗോ. പക്ഷെ അങ്ങനെ പലപ്പോഴും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടല്ലോ, നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന ചിന്ത. നമ്മളൊരു ഈ മുകളിലോട്ട് പോകുന്ന മീറ്ററിനെ മാത്രമാണ് നിയന്ത്രിക്കുന്നുള്ളൂ, ഈ താഴോട്ട് പോകുന്ന മീറ്ററിനെയും നമ്മൾ നിയന്ത്രിക്കണമല്ലോ. അതായത് ഈഗോ ഇല്ലാത്തൊരവസ്ഥ. അതായത് നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, പക്ഷെ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ല, നമ്മൾ അങ്ങനെ ഇൻസിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കൊതുകുള്ള റൂമിൽ കുറച്ച് നേരം ഒറ്റ കുറഞ്ഞു അപ്പോൾ മനസ്സിലാവും ഇടങ്ങേറ്. എല്ലാത്തിനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. അതെത്ര ചെറിയ കാര്യമാണ്, അതിനും നമ്മൾ ഒരു ഇമ്പാക്റ്റ്, ഒരു മാറ്റം ഉണ്ടാക്കാൻ വലിയ ഒരു സ്ഥലത്ത് പൊസിഷനിലെത്തി അങ്ങനെയൊന്നും വേണ്ട. ഒരു വലിയൊരു മാറ്റം ഒരാളുടെ ലൈഫെ അടിമുറി മാറ്റാനും ഒന്നും സാധാരണ ഒരു ജസ്റ്ററും അതൊക്കെ ചില സമയത്ത് മാജിക് പോലെ വർക്ക് ചെയ്താൽ മതി. ശരിയാണ്, വല്ലാണ്ട് കുറഞ്ഞാലും ഗുണം ചെയ്യില്ല. എന്താ മാജിക്? ഞാൻ ഭയങ്കര രസമായിട്ട് ഞാൻ പലപ്പോഴും ഒബ്വിയസ്ലി ഉപയോഗിക്കുന്നതാണ്. ഞാൻ അതിന്റെ ടെക്നിക്കൽ ടേം അല്ല പറയണേ. മനസ്സിലായി. പറഞ്ഞു തന്നാൽ നിങ്ങളുടെ ഡെഫിനേഷൻ നിങ്ങൾ അന്വേഷിക്കില്ല. നമ്മൾ ഇൻസോംനിയക്കിൽ മാജിക്കിനൊരു ഡെഫിനേഷൻ പറയലുണ്ട്. അതാണ് ഏറ്റവും ഹൃദ്യമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അന്വേഷിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയതാ. ഇത് കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിട്ടാണ്. ഓരോരുത്തരിലുമുള്ള മാജിക്ക്. എന്താ
സ്പാർക്ക് വിത്തിൻ അത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വിരക്തി തോന്നുന്നത്, ഡിപ്രഷൻ, പലതും തോന്നുന്നത്, ആ മാജിക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞുനാളിൽ എല്ലാവർക്കും ഉണ്ട്. ഇവഞ്ച്വലി അത് നമുക്ക് മിസ്സാവും. നമ്മൾ വേറെ കുറേ കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോകുമ്പം നമുക്ക് തൊട്ടാവാടി ചുരുളുന്നതും പുഴയുടെ വെച്ച് ഇതെല്ലാം നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയം ഉണ്ടായിരുന്നു. അത് നമുക്ക് കൈമോശം വരുന്നതാണ്. പിന്നെ അത് ഞാൻ പറയാം, നമ്മൾ പറയാൻ നോക്കുന്ന മാജിക്ക് നിങ്ങൾ മെയ്യഴകം കണ്ടിട്ടുണ്ടോ? എനിക്കൊന്നും ഒരു 10-20 വർഷത്തിലിറങ്ങി ഏറ്റവും നല്ല സിനിമയായിട്ട് എനിക്ക് തന്നെ തോന്നി. അതിലെ കാർത്തിയുടെ ക്യാരക്ടറല്ലേ മാജിക്. അരവിന്ദ് സ്വാമി ചെയ്ത ക്യാരക്ടറിലും മാജിക് ഉണ്ട്. അവർ ആ ചേച്ചിയില്ലേ കല്യാണം കഴിക്കാൻ പറ്റാതെ, എല്ലാത്തിലും ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും മാജിക് ഉണ്ട്. അത് ഈ എല്ലാവർക്കും ഒരു ഇതന്നെ ഷോയിലും പറയുന്നത്, ഒരു വില്ലൻ പോലും ആലോചിക്കുന്ന അയാളെ ഹീറോ ആയിട്ട് കണ്ടിട്ട് ലോകത്തിനെ കാണാനാ. ഈ സീരിയലിലൊക്കെ കാണിക്കുന്ന പോലെ 24/7 ഒരാൾക്ക് വില്ലനായിട്ട് ഇരിക്കാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അവരും കുഞ്ഞിനെ അടുത്ത് കളിപ്പിക്കുന്നുണ്ടാവും, അതിനൊരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക. അവർ ഈ കമ്പാഷൻ ഈ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതല്ലാത്ത ട്രൂ ആയിട്ട് പുറത്ത് വരുന്ന ഇമോഷനില്ലേ, സന്തോഷമുള്ളൊരു കാര്യം കണ്ടിട്ട് കണ്ണ് നിറയല്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വിങ്ങൂല്ലേ, നമ്മൾ ചിലപ്പോൾ ഒരു ഇപ്പം നമ്മളിത് കാണുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ വരും. ഈ സോൾജേഴ്സ് റിട്ടേണിങ് ഹോം, അല്ലെങ്കിൽ പെറ്റ് കുറെ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഉള്ളത്, കുഞ്ഞുങ്ങളുടെ അമ്മ, അങ്ങനത്തെ കുറച്ച് സാധനം ഒരു മിനിറ്റേ ഉണ്ടാവുള്ളൂ. നമ്മളിത് കാണുമ്പോൾ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ വിതുമ്പിയിട്ട് കണ്ണെല്ലാം നിറഞ്ഞിട്ട് എങ്ങനെയാ സംഭവിക്കുന്നത്? ദ മൈൻഡ് വിച്ച് കനോട്ട് ബി വണ്ടേർഡ് ഇസ് എ ഡെഡ് വൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു. ഇതെല്ലാവർക്കും ഉണ്ട്. അത് എവിടെയോ കൈമോശം വരുന്നെന്ന് തോന്നുന്നു. ഇതാണ് ഈ പറയുന്നത് ഇന്നർ ചൈൽഡ്, കണക്ടിങ് വിത്ത് യുവർ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നതാണ്. ഈ ചൈൽഡ് നമ്മളായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഇതുണ്ട്, ഇത് പോയി പോകുന്നില്ല. നമ്മൾ ആ മറ്റൊരു, ക്ഷമിക്കണം ഞാൻ ആ ടേമിന് വേണ്ടി പറയാം, ഒരു എക്സ് മിലിറ്ററി ആറ്റിറ്റ്യൂഡ് അങ്ങനെ അത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മെച്യൂരിറ്റിയുടെ കാര്യം വരുമ്പം പൂർണ്ണമായിട്ടും ഭാഗം വരുന്നൊരു പഴമൊന്നുമില്ല, അത് നടക്കില്ല. അതും ഈ ഡിപ്പെൻസ്. അപ്പം നമ്മൾ ആ കുട്ടീനെ എപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ നല്ലത്. നൊസ്റ്റാൾജിയ പറയുമ്പോൾ എന്തിനാണ് നമുക്ക് ഇടറുന്നത് കണ്ണറിയുന്നത്, കുട്ടിക്കാലത്തേക്ക് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് അല്ലേ, ഇതൊരു ക്രൂവലായിട്ട് തോന്നുന്ന പെരുമാറുന്ന ആൾക്കാർ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ മെൽറ്റ് ചെയ്ത് നമുക്കും അത് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതൊന്നും നല്ലത്. ആ മരം കുഞ്ഞു തഴിയെ വലുതായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇമോഷൻസിന് ഇങ്ങനെ എല്ലാം അച്ചോടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടിക്കുട്ടി കയ്യിൽ വെക്കാൻ പറ്റുന്നതൊന്നുമില്ലെന്ന് തോന്നുന്നു. സോ അങ്ങനെ നമ്മൾ ആ എൻറ്റയർ തിങ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു മെൽറ്റ് ആവുന്ന ഒരു മൊമെന്റ് ഇല്ലേ, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒരാൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്ന ഒരാൾക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ലെറ്റ്സ് സേ 1 മുതൽ 0 വരെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് മറ്റുള്ളവരെയൊക്കെ കൺസിഡർ ചെയ്യാൻ തോന്നും വണ്ടി ഓടിച്ചാൽ, അറ്റ്ലീസ്റ്റ് അന്നെങ്കിലും. അത് നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല ആ ഫയർ. അപ്പം ആ ഇമോഷനില്ലേ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ആ മെൽറ്റ് ചെയ്യുന്ന ഇമോഷൻ ഇങ്ങനെ എടുത്തിട്ട് കുമ്പിളിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളത് മാജിക്. ഇതെവിടെയെങ്കിലും എഴുതി വെക്കണം. ഞാൻ ഇതുവരെ ഇങ്ങനെ ആലോചിച്ചിട്ടില്ല, പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങനെ. ഈ ഇന്നർ ചൈൽഡ് പൊതുവെ പറയില്ലേ നമ്മൾ, അവയർനെസ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ ആൾക്കാർ സെൽഫ് അവെയർ അല്ലാതെ പോകുന്ന ആളുകൾ മിസ്ബിഹേവ് ചെയ്യുന്നതും ഒക്കെ പലപ്പോഴും ഈ ഹേർട്ട് ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ അൺഹേർഡ് ഇന്നർ ചൈൽഡ് കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലത്തെ കുട്ടിയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയണേ, ആ കുട്ടിക്കും ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ കുട്ടിക്കും വണ്ടർ വേണം, ആ കുട്ടിക്ക് അതിന് റെസ്പെക്റ്റ് വേണം, ലവ് വേണം. അതൊന്നും കിട്ടാണ്ടാവുമ്പോൾ ആളുകൾ കുറച്ച് ക്രൂരമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് അബ്സേർഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യില്ലേ? അപ്പം നിങ്ങൾക്ക് നേരത്തെ മറ്റതും ആലോചിച്ചൂടെ, ബി ദ ലവ് യു നെവർ റിസീവ്ഡ്. അതെ അതെ, നിങ്ങൾക്കത് കിട്ടില്ല വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആയിട്ട് മാതൃക ആവണ്ട. നിങ്ങൾക്ക് ഡോണ്ട് എക്സ്പെക്ട് പീപ്പിൾ ടു ബി കൈൻഡ്, ഷോ ദം ഹൗ എന്നാണ്. പിന്നെ ഇത് ഈ കുട്ടി മാത്രമല്ലല്ലോ, ആ സ്റ്റേജിൽ നിന്ന് പിന്നെ നമ്മൾ വന്ന് കുറേ ഫീലിംഗ് നമുക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആവും. നമുക്ക് റീവിസിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത്രയും ഇതിൽ നമ്മൾ ഹുക്ടായി തിരക്കിലായി. വി ആർ ലീവിങ് ദാറ്റ് ബിഹൈൻഡ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വട്ടം കൂടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുഞ്ഞുനാളിൽ ഏത് പോകണം, എൻ്റെ നാട്ടിൽ പോകണം, അവിടെ പിന്നെ അവിടെ പോയി ഒരു വീട് വെച്ചിട്ട് താമസിച്ചൂടെ, ഇത്ര എളുപ്പമായിരിക്കും. ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്ന് പട്ടിണിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു വലിയൊരു കളവാണെന്നും കൂടെ മനസ്സിലാക്കണം. ഓക്കെ, വെൽ
പക്ഷേ ഇപ്പം ബാക്കിയുള്ള ഇമോഷൻസ് സാഹചര്യങ്ങളും ഓവർ റൈഡ് ചെയ്ത് കളയും, ഹൈജാക്ക് ചെയ്ത് കളയും ഈ പറയുന്ന കുട്ടിത്തത്തിനൊക്കെ. ഇപ്പം ആങ്കർ എത്ര നല്ല ആളാണെങ്കിലും ഒരു സമയത്ത് ദേഷ്യം വന്നിട്ട് ഇപ്പം പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഇമോഷനിലൊന്ന് ആങ്കറാണ്. കുറേ കൺട്രോൾ ചെയ്തു, പക്ഷേ എനിക്കത് മാസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആ ചാനൽ നിർത്താനല്ല അന്ന് പോസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം അതാ. നമ്മുടെ ചോദ്യത്തിന് ഞാൻ ഇങ്ങോട്ട് മാറുവാണ്. ആങ്കറിനെ പറ്റിയിട്ട് ഒരു എപ്പിസോഡാണ് അടുത്ത് ചെയ്യേണ്ടത്, ഞാൻ എഴുതി. അപ്പം ഐ ട്രൂലി ബിലീവ് ഇത് ഒരു സിഗ്നേച്ചർ ആയിട്ട് ഉണ്ടാവണം പറയുന്ന കാര്യങ്ങളും. അപ്പം നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം പ്രീച്ച് ചെയ്തുകൂടാന്ന് തോന്നുന്നു. കാരണം എന്താ അറിയോ, ഇപ്പം ഞാൻ ബുക്ക് റിവ്യൂ ചെയ്യും അങ്ങനെയെന്ന് വിചാരിച്ചാലും ഫൈൻ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആങ്കറിനെ എന്തിനാണ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നത്? ആങ്കർ എന്ന് പറഞ്ഞ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള. എക്സാക്ട്ലി, ഞാൻ അതാണ് പറയുന്നത്. അപ്പം ഞാനൊരു ബുക്ക് റിവ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പിന്നെ ഇനി അപ്പുറം കള്ളു കുടിക്കുന്നുണ്ടോ റോട്ടിൽ നിന്ന് തല്ലുണ്ടാക്കുന്നുണ്ടോ എന്ന് ഡസൻ എഫക്ട് ദിസ്. ബുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഉള്ളൊരു എത്തിക്സ്, പൈസ മേടിച്ചിട്ട് അതിന് വേണ്ടി നല്ലത് പറയാതിരിക്കുക, ഫ്രണ്ട്സിന് വേണ്ടി തട്ടിപ്പ് ഫേവർ ചെയ്യാതിരിക്കുക, പുസ്തകങ്ങളെ പറ്റി സത്യസന്ധമായിട്ട് പറയാം, വായിക്കാതെ പറയാല്ല, അങ്ങനെയല്ല, അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നമ്മൾ ഈ പിന്നെ ലൈഫിനെ പറ്റിയിട്ട് ഇമോഷനെ പറ്റിയിട്ടും അല്ലെ ഹൗ ടു ഫൈൻഡ് മാജിക് ഇൻ പീപ്പിൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അറിയാത്ത ഇപ്പം എന്തെല്ലോ പറയാ, കുട്ടികളെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ജീവിതം കണ്ടിട്ടില്ല, പുസ്തകം വായിച്ചിട്ടില്ല, എവിടുന്ന് ഒരു കോണ്ടന്റ് എടുത്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും ഇത് അവർക്ക് താങ്ങുന്നില്ല എന്നുള്ളത്. എന്നാലും ഓക്കെ, ആഘോഷിക്കപ്പെടുന്ന സ്പേസ് അതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഫൊർഗീവ്നെസ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ പറയുന്നത് ഒരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. എന്നാൽ എപ്പോഴും നമ്മൾ ഫൊർഗീവ് ചെയ്യാണോ? നമ്മൾ ഒരു കാലത്ത് ഉണ്ടായിരുന്ന നമ്മൾ ആവണമെന്ന് ആഗ്രഹിച്ച ഇങ്ങനെ കുറേ വേർഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ റിവ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും നല്ല ചിന്തകൾ എടുത്തിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ ഇത് പറയുന്നത്. പക്ഷെ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്കത് ചെയ്യാനുള്ള ബാധ്യതയും കൂടി ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് ഒരു 3 ഇരട്ടി നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതാരെയും പഠിപ്പിക്കുന്നവരെയാ. ലേണിംഗ് ഇറ്റ് ലൈക്ക് യാ. അപ്പോൾ അതേപോലെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഫിയറിനെ പറ്റി ഞാൻ പറഞ്ഞത് 100% സത്യമായിട്ടാണ്. എനിക്കത് എൻ്റെ വഴികൾ ഇപ്പോൾ സ്ലീപ്പ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ ചെയ്തത് ഇൻസോംനിയ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സഫർ ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള യോഗ്യത ആണെന്ന് വെച്ചല്ല, ഈ 3 വർഷം കൊണ്ട് ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാം. കിട്ടിയോ? അപ്പോൾ ആങ്കറിനെ പറ്റിയിട്ട് നല്ല രസമായിട്ടൊരു ഇത് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നാളെ രാവിലെ ചെയ്യണം ഷൂട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം വീട്ടിൽ നിന്ന് തന്നെയല്ലേ ചെയ്ത് എഡിറ്റ് ചെയ്ത് അന്ന് ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങും. ഇത്രയും നാളും കെയർഫുള്ളാണ് വീഡിയോ ചെയ്യുമ്പോഴുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ട്. അപ്പം അന്ന് വൈകുന്നേരം, അന്ന് കോവിഡിൻ്റെ അന്ന് വൈകുന്നേരം ഒരു സൂം, അന്ന് മറ്റേ ഒരു സ്പേസ് ഉണ്ടായില്ലേ, ക്ലബ് ഹൗസ്. അപ്പോൾ അതിൽ ഒരു ഇതിന് വിളിച്ചിട്ട്, അപ്പോൾ അതിൽ എനിക്ക് പിന്നെന്തോ പറഞ്ഞ് ഇരന്ന് മേടിച്ചതാണ് അവർ, എന്നാലും ഞാൻ പെട്ടെന്ന് ചൂടായി. അപ്പം അത് ഒരു മൊമെൻറ്റിലെ ബെസ്റ്റാണ്. അപ്പം തന്നെ എനിക്ക് വിഷമായി, അത് ഞാൻ ചെയ്യേണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ആലോചിക്കുന്നത്, ഇത് ഞാൻ ചെയ്തു, ഞാൻ എന്താവുമായിരുന്നു. അത് കുറേ പണ്ടുണ്ടായിരുന്ന എക്സ്ട്രീം ദേഷ്യമാണ്, അതൊക്കെ കുറേ മാറിയെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ മൊമെൻറ്റ് ഐ ന്യൂ ദാറ്റ് ഐ ഡിഡ്ന്റ് മാസ്റ്റർ. പിറ്റേ ദിവസം ഞാൻ പറയേണ്ടത്, ഇതിനെപ്പറ്റി പറയേണ്ട എല്ലാം എഴുതി വെച്ചിരിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഗിൽറ്റായി. അത് ഞാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ വീഡിയോ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് സംഭവിച്ചിട്ടെങ്കിൽ അത് വലിയ മോശം തൊട്ടിത്തരാവില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് സമയമാണ്, ഒരു റിമൈൻഡറാണ്, ഒന്ന് പൗസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അത് പൗസ് ചെയ്ത് അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇനി ചെയ്യാം. ഇപ്പോഴും എനിക്കത് പറ്റിയെന്ന് തോന്നുന്നില്ല, എനിക്ക് ദേഷ്യം ഉണ്ട് ഇടക്ക്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഐ ബോട്ട് സം ടൈം. ആ ടൈം പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി നമ്മൾ വേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതങ്ങനെ ഐഡിയലായി പോയി. ഇപ്പോൾ ഈ വന്നതിലിപ്പോൾ അടുത്ത സംഗതി ഞാൻ സംസാരിക്കാൻ വിചാരിച്ചൊരു കാര്യം തന്നെ. ഇപ്പോൾ പലരും ഈ പ്രവൃത്തിയൊന്നും സ്പേസിലൊക്കെ പറയുന്ന വേറൊന്നും, അതൊരു വളരെ കോമൺ കാര്യമാണല്ലോ. വളരെ റെയറായിട്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു ഒത്തൻറ്റിക് ആളുകളെ, ഒത്തൻറ്റിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ, ബീയിങ് ഒത്തൻറ്റിക്? മനസ്സിലായി. നിങ്ങൾക്ക് അങ്ങനെയാണോ അങ്ങനെ തന്നെ ഇനി ഉത്തരം പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പറയില്ലേ, നേരെ വളരുന്ന മരനെ ആദ്യം മുറിക്കുക. നിങ്ങൾ വളഞ്ഞു നിൽക്കുന്ന മരം അത് കുറേ ലാസ്റ്റ് ആയിരിക്കും, പക്ഷെ അതൊരു വുഡായിട്ട് പരിണമിക്കില്ല അല്ലേ. അത് മരം
മാറി ഫർണിച്ചർ ആവുകയാണ് അതിന്റെ പർപ്പസ് എന്നല്ല ഞാൻ പറയുന്നത്, ആർട്ട് ആവുക എന്നുള്ളതല്ല. പക്ഷെ അതാണ് ആദ്യം മുറിക്കാന്ന് പറയുന്ന പോലെ ചിലവർക്ക് ജീവിക്കാൻ ചില വാല്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലേ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്പേസിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഒരിടത്തു നിന്ന് ഇറങ്ങുമ്പോൾ അത് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ എല്ലാം എപ്പോഴും അത് എങ്ങനെ തന്നെ ആവണമെന്നില്ല. ഓപ്പോസിറ്റ് ഉള്ള ആളും സാഹചര്യം എല്ലാം നോക്കിയിട്ട് അതെല്ലാം കഥയെല്ലാം മാറുമായിരിക്കും. പക്ഷെ അതുപോലെ ഒരു കാര്യം കാരണം ഇപ്പം അതാ പറഞ്ഞത്, നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കാത്ത ഒരു കാര്യം ഇതിപ്പം നമ്മൾ ആലോചിക്കാത്ത. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്, എല്ലാം ചരിത്രം ആവുന്നുള്ള രീതിയിൽ ആലോചിക്കുക. ചരിത്രത്തിലൊന്നും നമ്മൾ ആരും ഓർക്കുന്നൊന്നും ആലോചിക്കണ്ട. കുറേ പേരെ നമുക്കറിയില്ല, വലിയ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ തന്നെ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന നമ്മളൊന്ന് സങ്കല്പിച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ എത്ര ബാക്കിലോട്ട് പോകാന്ന് വെച്ചാൽ 2 3 നമ്മൾ സ്റ്റക്കാവായിരിക്കും. പക്ഷേ മഹാത്മാഗാന്ധി പോലെ ഒരാൾക്ക് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്തു വെച്ചിട്ട് അവർക്ക് എപ്പോഴും അവർ പറയും ആ ഫാമിലിയിൽ നിന്ന്. അതിന് പേരിന് വേണ്ടിയിട്ടല്ല, ആ കഥ ഓർക്കാൻ. അപ്പം ഞാൻ പറയുന്നത് നമ്മളെ ചെറുപ്പത്തിലും ഇപ്പോഴുള്ള വ്യത്യാസം എന്താണ്. സ്വാതന്ത്ര്യ സമരത്തിലും ജാലിയൻവാല അതിലൊക്കെ ആൾക്കാർ ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയത്തെ കാലം അങ്ങനെയല്ല, ഇത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ആവറേജ് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ക്യാമറയിൽ പതിയുന്ന ഒരു 500 ടൈമിലും മുകളിലാണെന്നാണ് പറയുന്നത്. ഈ റെക്കോർഡൊക്കെ ഇവിടെ, ഈ ഫുട് പ്രിൻറ്റ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നിങ്ങളെ ഡിജിറ്റൽ ഇതായിക്കോട്ടെ, ഒരു ഫോൺ കിട്ടി എത്രത്തോളം അല്ലേ, ഒന്നും ഇവിടുന്ന് പോയി പോകുന്നൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം. അപ്പം നമ്മളില്ലെങ്കിലും ഇതുണ്ട്. ഇനിയത്തെ കാലത്ത് നമ്മൾ സ്വത്ത് കൊടുക്കില്ലേ. നിങ്ങളോട് ഇത് പറയാം, നമ്മളൊരു സ്വത്ത്, നമ്മളൊരു 2 ഏക്കർ ഉണ്ട് നിങ്ങൾക്കാണ്, മറ്റേ വീട് അവർക്കാണ് എല്ലാം പറഞ്ഞ് കൊടുത്തു. ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇതുണ്ടാവും. ഇതിനെ പോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും സിഗ്നിഫിക്കൻ്റ് ആവാൻ പോകുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ്. ഇഫ് യു ഹാവ് എ പേജ് വിച്ച് ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഫോളോവേഴ്സ് ഓർ ഗുഡ് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുമായിരിക്കും. നിനക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അവർക്കത് താല്പര്യമില്ലെങ്കിൽ അതിന് പറ്റിയ ഒരാൾക്ക് നിങ്ങളത് കൈമാറുന്നുണ്ട്. അത് കോണ്ടന്റ് ആണ്, ഇത് സമ്പാദ്യവുമാണ്, എല്ലാമാണ്. നിങ്ങളുടെ എൻറ്റയർ ലൈഫിൽ ഒരു 10 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തൊരു ലെഗസിയാണ് അവിടെ ഉള്ളതെങ്കിൽ ചിലവർക്കത് കോമഡി ആയിരിക്കും, പക്ഷെ അതും കൈമാറപ്പെടേണ്ട ഒന്നാണ്. ഇതൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നില്ല തോന്നലുണ്ടെങ്കിൽ കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടൊരു ഉത്തരം വേണോ എനിക്ക്? പക്ഷെ ഞാൻ അതിൽ തിരിച്ചു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങി സംസാരിച്ചില്ലേ, ഈ കുറച്ച് പ്രായമായ ആൾക്കാർ ഈ കള്ളം പറഞ്ഞ് അവസാനം അത് അവർ തന്നെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ചില സ്റ്റോറികളുടെ കാര്യം പറഞ്ഞില്ലേ. അതെ, അതിന്റെ പോയിന്റ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കൂടി അതിൽ ബ്ലെൻഡ് ആയിട്ട്, അതായത് എനിക്ക് ഇങ്ങനെ ചെയ്യാനായിരുന്നു ആഗ്രഹം, പക്ഷെ അത് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് അവരുടെ കഥയിൽ കുറച്ച് വരും. അതായത് നമ്മളൊക്കെ അങ്ങനെ ഇത് അവർ തന്നെ സ്വയം കൺവിൻസ്ഡ് ആയിട്ട്, പിന്നെ അവരിത് കളവാണെന്ന് മറന്നുപോയിട്ടാ പറയുന്നത്, അവര് പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കില്ല. അല്ല, പക്ഷെ ഈ സെയിം പ്രോബ്ലം ഇവിടെ ഉണ്ടല്ലോ. നമ്മളിപ്പം കുറെയൊക്കെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവില്ലേ. അത് ഒരു ഭാഗത്ത് നമ്മൾ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വളരെ വളരെ നല്ലവനായി അഭിനയിക്കുകയും വളരെ മോശം രീതിയിൽ, ഞാനൊരു ഭയങ്കര വൈഡായിട്ട് പറയുന്നതാണ്, ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ അവസാനം അതാണോ ഇതാണോ സത്യം എന്നൊരു കൺഫ്യൂഷനിലോട്ടൊക്കെ നമ്മൾ തന്നെ എത്തില്ലേ. പിന്നെ അത് ഞാൻ പറയുന്നത് ഒരു എക്സ്ട്രീം മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെയാണ് ഞാൻ പറയുന്നത്. The best thing about telling the truth, you don't have to remember anything. അല്ലെ, അല്ലെങ്കിൽ ഓർക്കണം. 10 കള്ളം പറഞ്ഞാൽ എല്ലാം കണക്ട് ചെയ്ത് എവിടെ പണി വരുന്നല്ല ആലോചിക്കണം. മറ്റേത് അതല്ലല്ലോ. പിന്നെ മാറിക്കൂടാന്നല്ല. നമ്മളിപ്പോ ഒരു കാര്യം എതിർത്തിട്ട് കുറച്ചുനാൾ നിലപാടതാണല്ലോ നമ്മൾ പഠിച്ച് മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പണ്ട് നെക്സലായിരുന്നില്ല, ഇപ്പൊ എന്താ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. സയൻസും അങ്ങനെയല്ലേ, മാറ്റത്തിന് റെഡിയാണത്. സയൻസ് ചോദിച്ചതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, ദ ഈസിയസ്റ്റ് പേഴ്സൺ ടു ലൈ ടു ഇസ് യുവർ സെൽഫ്. അങ്ങനെ അത് ഇത്ര ഡേഞ്ചറസ് ആണെന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ശരിയെന്ന് നമുക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയിലോട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഇതെല്ലാം ഉണ്ടാവും. അത് കറക്റ്റാണ്. ഒരു ആംഗിളിൽ നോക്കി എന്തായാലും സംഘർഷം ഉണ്ടാവില്ലേ. ഇവിടെയാണ് ഞാൻ നേരത്തെ ഒന്ന് ടച്ച് ചെയ്തൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. വി ആർ അവർ ഓൺ ഹീറോസ്. വില്ലൻ പോലും ആലോചിക്കുന്നവർ ഹീറോ ആണെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കോൺഷ്യൻസിനോട് ഒരു കഥ ഉണ്ടാക്കി സമ്മതിച്ചേ പറ്റുള്ളൂ നമ്മൾ റൈറ്റ് ആണെന്ന്. അപ്പം നമ്മളൊരു കാര്യം ചെയ്താലും നമ്മളിത് ചെയ്യാനുണ്ടായ സാഹചര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച്
എലാബറേറ്റ് ചെയ്തു പോകും. അവരപ്പം അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വിശ്വസിച്ച് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഉറങ്ങാം. അല്ലാതെ എൻ്റെ ആ മിസ്റ്റേക്ക് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതങ്ങനെ സംഭവിച്ചവർക്ക് അതായില്ലേ എന്നെല്ലാം ആലോചിച്ചാൽ പിന്നെ അപ്പം നമ്മളിങ്ങനെ പല രീതിയിൽ ആലോചിക്കും. ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം എന്താണ്, ആ കോൺസ്റ്റബിൾ അപ്പോൾ കൈ കാണിച്ചോ അല്ലെങ്കിൽ മറ്റു. അപ്പോൾ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ പാട്ട് നമ്മളിത് എപ്പോഴും ഇങ്ങനെ ബ്ലെയിം അങ്ങനത്തെ സ്പ്രെഡ് ചെയ്യാനും കൂടെ നോക്കും ടു സേവ് അവർ സെൽഫ്. അത് ബ്രെയിനിന്റെ ഫംഗ്ഷനാലിറ്റിയുടെ ഭാഗ. മസ്തിഷ്കത്തിന് നമ്മൾ അങ്ങനെ ആക്കിയിട്ടേ പറ്റുള്ളൂ, പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇതുകൊണ്ട് വലിയ ട്രോമയുള്ള പോലത്തെ സംഭവങ്ങളിൽ നിന്ന് നമ്മളെ സേഫ് ആക്കാൻ വേണ്ടി ഇത് പർപ്പസ്ഫുള്ളി കുറെ കാര്യങ്ങൾ മറന്നു പോകും, അതറിയോ? അപ്പൊ അത് നമ്മളോട് കള്ളം പറയുന്ന ചാണ്. നമ്മുടെ ബ്രെയിൻ നമുക്ക് വേണ്ടി അത് ചെയ്തു തരുമ്പോൾ ഡെഫിനറ്റ്ലി യെസ്. അത് എത്ര മെച്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ മനഃശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന്റെ ജോലി അതാണ്. നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലഘട്ടത്തിൽ എവല്യൂഷൻ ഇതൊക്കെ ഇതാണ് പറഞ്ഞു തരുന്നത്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളൊരു കാര്യം കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇത് അങ്ങനെയാണ്. അപ്പം നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം, ആഗ്രഹം മറ്റതിനെ ഹൈജാക്ക് ചെയ്ത് ഇതാണ് എനിക്ക് വേണ്ടത്, ദെൻ ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ റീസൺ ഉണ്ടാക്കുക. അത് കളവാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പോലും ഇല്ല പലപ്പോഴും. ഞാൻ നേരത്തെയും ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തെന്ന് മനസ്സിലാക്കിയത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യനർ ഞാൻ കണ്ടു. പക്ഷെ അതിന് ഫോളോ അപ്പ് കണ്ടില്ല. ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ട്രൂത്ത് ഓർ കംഫർട്ട്. രേഖ ചേച്ചി യു ആൻസർഡ് കംഫർട്ട്. അതെ. വൈ? ഒരു വൈ എന്ന് ചോദിച്ചില്ല. ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ്. കാരണം അത് കഴിഞ്ഞ് ട്രൂത്ത് ഡസൻറ്റ് സേവ് പീപ്പിൾ ഓൾ ദ ടൈം. നിങ്ങൾ സി ഹൗ ഡു ഐ ലുക്ക് എന്ന് ചോദിക്കുമ്പോൾ അട്ടർലി പത്തറ്റിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് പറയണോ? അത് പറയണ്ടായില്ല. അപ്പൊ അവിടെ എന്താ ട്രൂത്ത് അല്ലേ വരിക? ഞാൻ എന്താ പറഞ്ഞത്? കംഫർട്ടാണ്. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ അതിഭയങ്കര മനോഹരമാണെന്ന് ഞാൻ പറയുകയും ചെയ്യില്ല. ഇതിങ്ങനെയൊക്കെ കുറച്ചുകൂടെ നന്നാവുമായിരിക്കോ? അങ്ങനെ നമുക്ക് അതിനെ ഡൈവേർട്ട് ചെയ്ത് പറയാം. പറയുന്ന പോയിന്റ് സെയിം ആയിരിക്കും. അല്ലല്ല, ഇതൊന്ന് ഇതിപ്പോ ഇത് ചോദിക്കുന്ന ഞാൻ അറിഞ്ഞിട്ടല്ല. ഇപ്പൊ എനിക്ക് നിങ്ങൾ മുമ്പിൽ നിന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതാ. കാരണം റൈറ്റ് ബിഫോർ നിങ്ങൾ ആ മുടിയുടെ കാര്യം പറയില്ലേ, ഞാനത് മുമ്പിൽ ഇരുന്നിട്ട് കണക്ട് ചെയ്തതാ ഇമീഡിയറ്റ്ലി. നിങ്ങളിത് ഏത് ലെവലിൽ പോയാലും ആ ഉത്തരമായിരിക്കും എനിക്ക്. പിന്നെ ഇതൊരു ഇൻസ്റ്റന്റ് ആൻസർ പറയാന്ന് പറയുമ്പോൾ അതിൽ ബ്രില്യൻസ് ഏറ്റവും ആദ്യം പറയാന്നുള്ളതാണ് എനിക്ക്. അതായത് എന്താണ് അതിന് പറയുന്ന അല്ലല്ല, ആ സെഗ്മെന്റിന് ഒരു പേരുണ്ട്, റാപ്പിഡ് ഫയർ. അപ്പൊ റാപ്പിഡ് ഫയർ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല മെഴുകുതിരി പോലെ ഇങ്ങനെ, അതല്ല, അപ്പം എനിക്ക് ഈ സ്കില്ല് ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്റെ പഴയ ഇന്റർവ്യൂ എല്ലാം കൊടുത്താല് റാപ്പിഡ് ഫയറിൽ ചോദിക്കുമ്പോൾ ഞാൻ എന്നിട്ട് എല്ലാത്തിനും എലാബറേറ്റ് ചെയ്യും. കാരണം ഇതൊന്ന് വരുമ്പോ ഐ എം സോ യൂസ് ടു ദിസ് ഐഡിയ ഓഫ് ബ്രാഞ്ചിങ് എനഗ്രാം. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാല് എന്റെ ഇതെങ്ങനെയാണെന്നറിയോ, ഇതൊരു അപ്പൊ ഇങ്ങനെ ഒരു ഇതാണ് ഇവിടെ ഒരു ഉത്തരം ഇത്. അപ്പൊ ഞാൻ ഈ ഉത്തരം പോയാലേ ഇനി ഇവർ ഇത് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി വരില്ലേ. സോ കംഫർട്ടബിൾ ആയതാണ്. അപ്പൊ ഞാൻ ആലോചിക്കും അത് ഈ വേദിക്ക് ചേരില്ല. ബ്രിട്ടസിന്റെ ഒരു ആ ലൈനില്, രജനീഷിന് മുമ്പിൽ ഇരിക്കുന്ന ലൈനിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. കാരണം നിങ്ങളുടെ ഓഡിയൻസും നിങ്ങളുടെ വേദിയും സ്പേസും ആഗ്രഹിക്കുന്ന ഒരു രീതി ഉണ്ട്. അതല്ല എന്റെ സുഹൃത്ത് മൈക്കിൾ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഫുള്ള് എന്തെല്ലോ ഫ്ലേട്ട് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതെനിക്ക് രചിച്ചിന് മുമ്പിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ലോ ഇല്ലേ? തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ if he actually has to get better at understanding the world, he has to seek some discomfort, right? എന്നാലേ നമുക്ക് കുറച്ചൊക്കെ ആളുകൾ മറ്റുള്ളവരെ ഡിസ്കംഫർട്ട് ആക്കാന്നല്ല ഞാൻ പറയുന്നത്. അൺകംഫർട്ടബിൾ ട്രൂത്തുമായിട്ടൊക്കെ കുറച്ചൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ട് നാട്ടിൽ ലോകത്ത് ജീവിക്കാൻ പറ്റും. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം നരകം കണ്ടു മടുത്തിട്ടുള്ള ഒരു സ്റ്റേജില്ലേ, ഇനി ഇത് വേണ്ടാന്ന് വിചാരിക്കും. ഞാൻ പകുതി ലോകം സഞ്ചരിച്ച ഒരാളാണ്. ഇതൊക്കെ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വേറെ പല രാജ്യങ്ങളിലല്ലേ. ഞാനിത് മനുഷ്യന്മാരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അപ്പൊ ഞാൻ അതന്നെ കാണും. അതായത് വെറുതെ ഒരാൾ ജീവിച്ചു തീർക്കുമ്പോൾ ഇതെല്ലാം വന്നു പോകുന്ന പോലെയല്ല. ഞാൻ ഇമോഷൻസ് ഇത് ഉണ്ടാവുന്നതിന്റെ ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ് ഇറങ്ങിയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഒരു സ്റ്റേജിൽ കുറച്ച് നേരത്തെ ആയിരിക്കും മതി, ഇനി ഇത് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഡീൽ വിത്ത് ഇറ്റ് എന്നാണ്. അല്ലാതെ ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്കൊരു സന്യാസി ആവേണ്ട പരിപാടിയല്ല. നമ്മുടെ കാര്യത്തിലൊരു മനോഹരമായിട്ടുള്ള ഒരു സ്വർഗം ഉണ്ടാക്കി അത് എന്ത് രസമായിരിക്കും എന്നാണ്. അവിടെ നിന്നിട്ട് ലോകത്തിനെ കാണാനും ചുറ്റുപാടിനെ കാണാനും കൂടെയുള്ളവർക്ക് കുറെ കൂടി നന്നായി സെർവ് ചെയ്യാനും പറ്റുന്ന ഒരു സ്പേസിലോട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർവെൽ പോലെയാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ അടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനേക്കാളും വലിയൊരു ഉദ്യമമാണെന്ന് തോന്നുന്നു. സാരല്ല, പക്ഷെ ഇത് എൻജോയ് ചെയ്യുന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ല, ഇത് ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പൊതുവെ ആളുകൾ നമ്മുടെ പല ഡിസ്കഷൻസും, ഇത് നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള പല ഡിസ്കഷൻസിലും പിന്നെ ഓഡിയൻസിൻ്റെ ഓൺലൈൻ ഇൻട്രാക്ഷനിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം,
ഈ മനുഷ്യന് കോമൺ ആയിട്ടുള്ള കുറേ ബയസസ് ഉണ്ട്. കോഗ്നിറ്റീവ് ഡിസൊനൻസ്, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഒരാളെ കിട്ടുന്നില്ല. ഒരു മനുഷ്യനോട് അവൻ സത്യം മുന്നിൽ നിന്ന് ആളുകൾ പറയുമ്പോഴും അവന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ഇതൊരു മാസീവായിട്ട് നമ്മൾ കാണുന്നതാണ്. ഞാൻ ഈ സത്യം എന്ന് പറയുമ്പോൾ അത് വേറൊരു ഐഡിയയിൽ പുറത്തു പോകണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്റെ സബ്ജക്റ്റിലില്ലേ ഇഷ്ടം പോലെ തട്ടിപ്പുണ്ടല്ലോ. ഐ മീൻ മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്. അതെ. അപ്പൊ അത് സത്യസന്ധമായ കള്ളം പറയില്ലേ. അപ്പം അപ്പൊ എനിക്ക് നല്ലോണം ഗുരുത്തക്കടെല്ലാം അറിയാം, അതെല്ലാം ഉണ്ട്. അത് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ ഇതിനെ എനിക്ക് സിഗ്നേച്ചർ എന്ന് കൺസിഡർ ചെയ്യാനാണ് ഇഷ്ടം. അതായത് ഞാൻ ഉള്ള ഇതിനേക്കാൾ ഈ ആർട്ട് എന്ന് പറയുന്ന ഒന്നിൽ എവിടെയോ നമ്മുടെ അടയാളം ഇനി എന്തായാലും ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്താലെങ്കിലും ഇന്റർനാഷണൽ പോട്ടെ, എങ്ങനെ എടുത്താലും അതിലൊരു അടയാളം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് തൊട്ട് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് എന്തും, ഇപ്പൊ ഇൻക്ലൂഡിങ് ദാറ്റ് കേസ് വട്ടെവർ, അതൊക്കെ ഇതിനുള്ളൊരു ആ ഹിസ്റ്ററിക്കുള്ളൊരു മാർക്കാണ്. മനസ്സിലായോ? ഈ അർത്ഥത്തിൽ ആലോചിച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പം ആധികാരികമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ ഒരു ഇന്റർവ്യൂ നമ്മൾ സൈനപ്പ് ചെയ്ത കാര്യമാണ്. നമുക്ക് മണ്ടത്തരം പറയും, ബ്ലണ്ടേഴ്സ് പറയുന്നുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് വരുന്നൊരു ഉത്തരല്ലേ, അല്ലെങ്കിൽ പ്രിപ്പയർ അല്ലോ. അപ്പോൾ കുറേ മണ്ടത്തരം ഉണ്ടാവാം, നമുക്കത് പലതും തിരുത്താം, അത് ഞാൻ അന്ന് അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറയും. ഇതെല്ലാം മനുഷ്യന്മാരല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് അത് സത്യസന്ധമായിട്ടിരിക്കുന്നത് എന്നുള്ളത് സ്റ്റേജിലെ ഐ എം വെരി ഓണസ്റ്റ് അബൌട്ട് മൈ ഡിസോണസ്റ്റി എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പൊ അതിലെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാം, അത് പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ നാളെ ഇല്ലെങ്കിലും ഈ വീഡിയോ എൻ്റെ കൺട്രോളിൽ പോലും അല്ല. എനിക്ക് വീട്ടിലെല്ലാവരോടും പറഞ്ഞു വെക്കാം, ഞാൻ ഇല്ലാണ്ടാവുന്ന ഒരു ദിവസം ആ ചാനലെല്ലാം ഡിലീറ്റ് ചെയ്തു, എൻ്റെ ഇൻസ്റ്റാഗ്രാം എല്ലാം ഡിലീറ്റ് ചെയ്തെന്ന് പറയാം. പക്ഷെ ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു സാധനം, എനിക്ക് അതിൽ ഷെയറും ഇല്ല, കോണ്ടന്റും ഇല്ല. ഐ മീൻ ഷെയർ ഇൻ ദ സെൻസ് റൈറ്റ് ഇല്ല എന്ന്. അപ്പൊ അത് സത്യസന്ധമായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് നിർബന്ധമില്ലാകൊണ്ടാണ് നിലപാട് ഇങ്ങനെ പറയാൻ നോക്കുന്നത്. മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവ ഒരു മനുഷ്യന് അങ്ങനെ ഒരു വീക്ക്നെസ് ഉള്ളതായിട്ട് അതിലോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. ശരി. ചിലപ്പോൾ അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന കാര്യമാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ആ ഒരു കള്ളം ഉപയോഗിച്ച് എന്താ പറയുക അവനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്കിലും ആ സത്യം അറിയാൻ ഇപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ ഞാൻ പറഞ്ഞ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളാണ്, പലതും കണ്ണടയ്ക്കുകയാണ്. കാരണം എനിക്ക് സത്യം അറിയണ്ട, ഈ പൂച്ച പാലുടിക്കുന്ന പോലെ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എത്ര പേര് പിന്നെ പീപ്പിൾ ആർ ദേ ചൂസ് ടു ബി ബ്ലൈൻഡ്. യെസ്, ഉറപ്പായിട്ടുമാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളുകൾ. അതുണ്ട്. വേണ്ടാത്ത വിശ്വാസങ്ങളിലായിക്കോട്ടെ, പല കാര്യങ്ങളിലായിക്കോട്ടെ, അവർക്ക് അറിയാം ആ ഡോറ് തുറന്നാൽ അവിടെ കാര്യം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ദിസ് ഇസ് കംഫർട്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഈ നിങ്ങൾ പറയുന്ന എല്ലാം എവിടെയോ ഷോയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ എവറി പ്രോഗ്രസ് ഹാപ്പൻസ് ഔട്ട് ഓഫ് കംഫർട്ട് സോൺ. നിങ്ങൾ പേടിക്കുന്ന ആ ഫിയർ ആ കേവിൻ്റെ അപ്പുറത്തുണ്ട്. പക്ഷെ നിങ്ങൾ അവിടുത്തെ ആ കേവിൻ്റെ പക്ഷെ നിങ്ങൾ അവിടത്തെ വരെ പോകാനുള്ള ഇത് ഡെയർ ചെയ്യാൻ അതിനേക്കാളും നിങ്ങൾക്ക് സേഫ് എവിടെയാണ്? അങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ എന്തിനാ മാറ്റാൻ പോകുന്നത്? നമ്മൾക്ക് കള്ളം തെരഞ്ഞെടുത്ത് നിങ്ങൾ ഈ രേഖ അതിൽ നമ്മൾ സബ്ജക്റ്റിൽ തൂങ്ങിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളെ കൈപിടിച്ച് നിൽക്കുകയാണ്. അവിടെ ഒരു കള്ളം കൊണ്ടാണ് അവരെ എന്നുവെച്ച് വലിയ ഹാംഫുൾ കള്ളം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെന്താ ഇതെല്ലാം ശരിയാവും എന്ന് പറയുന്നത് എന്താ, നമുക്ക് നാളെ ശരിയായി കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. അത് നമ്മൾ ആദ്യം തന്നെ പറയാണല്ലേ, അതും കളവല്ല. അങ്ങനെയൊന്നും ഇതിനെ അതെ പറയാം. പക്ഷെ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏതിപ്പോ സൂയിസൈഡിനെ പറ്റിയൊക്കെ അത് ഭയങ്കര റാഷണൽ ആയിട്ടുള്ള റീസൺ നിങ്ങൾ പറയുന്നത്. അല്ലല്ല, ഞാൻ അങ്ങനെ പറയുന്നതല്ല, അതിൽ പറയുന്ന കളന്നല്ല ഞാൻ പറയുന്നത്. അത് അല്ല, ഈ മരണത്തേക്ക് ആൾക്കാർ വളരെ അല്ലേ, മരണം എന്നുള്ളതല്ലേ. ഞാൻ പെട്ടെന്ന് ഇത് എഗെയിൻ പറയണത് ഈ മൊമെന്റിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിക്കണോ, അയ്യോ അതപ്പോ ആ ഉത്തരം പറഞ്ഞ എന്ത് രസമായിരുന്നു, അങ്ങനെയല്ലല്ലോ. നാളെ നമുക്ക് അങ്ങനെ രണ്ടാമത് വേണമെങ്കിൽ ഒരെണ്ണം ചെയ്യും, ഇതേ ചോദ്യങ്ങൾക്ക് തന്നെ ഏറ്റവും ബെറ്റർ ആൻസർ ആയിട്ട്. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ആ സമയത്ത് ഒരു കളവാണ് രക്ഷിക്കുന്നെങ്കിൽ അപ്പം നമ്മളിതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഭയങ്കര ഒരു ഹേർട്ടാവുന്ന രീതിയിൽ, ഒരു ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ മതി.
ഒരു രസമുണ്ടാവും, ഒരു ഫണ്ണായിരിക്കും അത് അതിനകത്ത്. എല്ലാവരും സത്യം പറയും, നല്ല ആർട്ടും ഒക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ സത്യം എന്നുള്ള വാക്കേ ഇല്ലല്ലോ. സത്യം അതെന്താ സാധനം നയിക്കില്ലേ? കറക്റ്റ് അല്ലേ? എല്ലാം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സ്കില്ല് ഈ നാട്ടിലുള്ള എല്ലാവർക്കും വിചാരിക്കുമ്പോൾ മുമ്പിൽ ഭക്ഷണത്തെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വിശപ്പ് എന്ന് വിളിക്കുക? ചിലപ്പോൾ അത് ബോറിങ് ആവായിരിക്കും തോന്നുന്നു. അതാണ് പിന്നെ ഗോ ടു ഹെവൻ ഫോർ ക്ലൈമറ്റ് ആൻഡ് ഹെൽ ഫോർ കമ്പനി എന്ന് പറയും. കാരണം നമ്മൾ ഹെവനിൽ പോയിട്ട് എന്നിട്ട് അവിടെ നോക്കുമ്പോൾ ആരും ഇല്ല, എന്നിട്ട് കുറേ ഇങ്ങനെ നടന്നിട്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ അല്ല അവരൊക്കെ ഉണ്ടാവുന്നല്ല, ഞാൻ വെറുതെ പറയാണ്. ഒരു 2-3 അങ്ങനത്തെ ആൾക്കാരിപ്പോൾ മദർ തെരേസനെ ആരെങ്കിലും പറഞ്ഞോട്ടെ, ചിലപ്പോൾ ഗാന്ധി, അങ്ങനെ കുറച്ച് പേര്. ഇറ്റ് ബി സോ ബോറിങ് ഇൻ കപ്പിൾ ഓഫ് ഡേയ്സ്. അപ്പോൾ അവിടെ ക്ലൈമറ്റിനെല്ലാം പോയിക്കോ, കമ്പനി വേണമെങ്കിൽ ഹെല്ലിൽ പോയിട്ട് നല്ല ഫണ്ണായിരിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ദൈവം മാത്രമുള്ളൊരു ലോകം, ചെകുത്താനില്ലാത്തൊരു ലോകം, അതൊരു നല്ല ലോകമായിരിക്കുമോ? ഇതല്ല ഒരുമാതിരി ബാലരമ ചോദ്യം. അങ്ങനെ ഇത് ചെകുത്താനില്ലാത്തൊരു ലോകോ? എന്താ പ്രശ്നം? എന്താ ബോറായിരിക്കില്ലേ? ബോറായിരിക്കും, ഇവഞ്ച്വലി ബോറായിരിക്കും. പക്ഷെ അങ്ങനെയുണ്ടോ? അതിൽ സന്തോഷം കണ്ടുപിടിച്ചോണ്ടിരുന്നാ പോരെ? എങ്ങനെ? അപ്പൊ അവിടെ സന്തോഷം കണ്ടുപിടിക്കേണ്ട മെഷർ കളിക്കുന്നവരും ബിയർ കുടിക്കുന്നവരൊക്കെ ചെകുത്താൻ്റെതാണോ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആ സ്പേസിൽ നിന്നിട്ട് നമ്മൾ സന്തോഷം കണ്ടുപിടിക്കാൻ നോക്കും. ഇവഞ്ച്വലി ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നൊരു ഇതല്ലേ, അല്ലാതെ ആദ്യം തന്നെ ഈ നെഗറ്റിവിറ്റി ഇതെല്ലാം കൊണ്ടാണ് അങ്ങനെ എന്തുവാടോ ചെകുത്താനില്ലാത്ത ലോകത്തിലെ. നീയിപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞോ? അപ്പം എന്നാൽ പിന്നെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം. ഇത് രണ്ടും നിങ്ങൾ നേരത്തെ ഇനിയാൻ എന്ന് പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിട്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് എത്രത്തോളം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഭാഗമാക്കി എടുക്കുന്നു എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഇനി ഒന്ന് വേറെ പറയാം, ഇവളും കൊണ്ട് ഏതെങ്കിലും കുഞ്ഞ് ജനിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനിച്ചു വീഴുന്ന കുട്ടിക്ക് എന്തെങ്കിലും ഇവൾ അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് അതിൻ്റെ ആൻസർ ഭയങ്കര ഫിലോസഫിക്കലാണ്. കാരണം കുട്ടിയിൽ ജനിച്ചു വീഴുന്ന കുട്ടിയിൽ നല്ലതും ഇല്ല ചുറ്റിയില്ല, അത് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദെൻ അത് കുറേ പേരെ സന്തോഷിപ്പിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അത് ഗുഡ്നെസ്സിലാണ് വരുന്നത്, അൺടിൽ ആൻഡ് അൺലെസ് കുറേ പേര് ഉറപ്പായിട്ട് കുറേ പേര് സന്തോഷിപ്പിക്കും. അതാ പറഞ്ഞത്, ചുറ്റി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ലൈഫിൽ ഒരു 100,000 പേരോട് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഓർക്കാനുള്ള 3 മൊമെന്റ് പറഞ്ഞാൽ അവർ ആ കുഞ്ഞിനെ മേടിക്കുന്ന സമയമായിരിക്കണം. അപ്പോൾ ആ സമയത്തെങ്കിലും ഒരു ഗോഡിൽ, അപ്പോൾ അത് പോസിറ്റീവ് തന്നെയാണ് തന്നിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ സാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും ഒന്നുമില്ല എന്ന് എങ്ങനെ പറയും? ഗുഡുമില്ല നല്ലതുമില്ല എന്ന് പറയുന്നത്. ഞാൻ ഒരേ ഒരു ചോദ്യം ഇപ്പം പറഞ്ഞതാ, കുട്ടി അതെ. അപ്പൊ പോസിറ്റീവ് തന്നെയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് കുട്ടിയുള്ളതല്ലേ, നിങ്ങൾ ആദ്യത്തെ കുറച്ച് ഈ കുട്ടി തന്നെയല്ലേ വലുതാവുന്നേ. അപ്പോൾ വലുതാവുമ്പോൾ നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സാഹചര്യം ഇതൊക്കെ കൂടിയിട്ടാണ് ഈ ഇവള് പഠിപ്പിക്കുന്നുണ്ടാവുക. ഞാനതാ ഫിയർ എപ്പിസോഡിൽ പോലെ, നിങ്ങളൊരു ദ്വീപിൽ പെട്ടിട്ടുണ്ട്, റോബിൻസൺ ക്രൂസോ ആൻഡ് പത്നി. അവിടെ ഒരു കുട്ടിയായി, അവിടെ ഒരു കുഞ്ഞായി. നിങ്ങൾക്ക് റോബിൻസൺ ക്രൂസോ ഒറ്റക്കല്ല, വൈഫായി. അല്ല അങ്ങനെ ആയി നിങ്ങളും നിങ്ങളുടെ ഭാര്യ ഒരിക്കലും ആവണ്ട. എന്നിട്ട് ഏതോ ഒരു ദ്വീപിൽ ഇങ്ങനെ ആയി. ആർത്തേക്ക് ഒരു ഒന്നുമില്ല, ഇനി ഒരു 10 ഒന്നും വന്നിട്ടില്ല പോയിട്ടില്ല ഒന്നുമില്ല, നിങ്ങൾ ആടെയാ. പക്ഷെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ഒരു കുഞ്ഞുമായി. ഈ കുഞ്ഞിന് നിങ്ങൾ നെറ്റും ഇതൊന്നും ഇല്ലല്ലോ, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതിന് ഫിയർ പഠിപ്പിച്ചു കൊടുക്കണ്ട, പഠിപ്പിക്കണ്ട. ഇപ്പം നമ്മൾ ഇരുട്ടിനെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇരപീഡിയന്മാരൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ. ഇതല്ല, ഒരു ദ്വീപാണ്, ചെറിയ ദ്വീപാണ്, സേഫാണ്, അവിടെ ഒന്നുമില്ല, പാമ്പോ ഉറുമ്പോ ഒന്നുമില്ല, സോറി പേടിക്കേണ്ട ഒന്നുമില്ല. നിങ്ങൾ അതിന് ഫിയർ പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറയേണ്ടത്, നോക്കൂ രാത്രിയാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ള്, കാരണം ഇത്ര കാണും. പിന്നെ നോക്കൂ അതിൻ്റെ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണുക, നിലാവിന് എന്ത് ഭംഗിയാണ്, പൂവിരിയുന്നത് രാത്രിയല്ലേ. ഇപ്പം പ്രപഞ്ചത്തിൻ്റെ എല്ലാ കണക്കുകളും സംഭവിക്കുന്ന രാത്രിയാണെന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ഇഷ്ടം രാത്രി തന്നെയാണ്. ഒരിക്കലും ഇരുട്ടിനെ ആ കുട്ടി പേടിക്കില്ല, കാരണം ഇരുട്ടിനെ പേടിക്കണം എന്ന് അവർ പഠിച്ചിട്ടില്ല നിങ്ങൾ. സോ സ്റ്റിൽ ആ കുട്ടിയിൽ ആ ഗുഡ്നെസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ആ ഗുഡ്നെസ് മാത്രം തന്നെയാണ് ഫീഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ഫിയർ അവർ പഠിക്കില്ല. ഇതുപോലെ തന്നെയല്ലേ ഇവളും.
നിങ്ങളിപ്പോ DNA പ്രകാരം ചില ചേതനകൾ എന്നെല്ലാം പറയാമെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഉള്ളിൽ ഈവിളുണ്ട്. ഇത് എവിടുന്നാണോ പഠിക്കുന്നേ? ഗുഡ് പഠിക്കുന്ന എവിടുന്ന അവിടെ തന്നെ. അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്തിനാണ് നിങ്ങൾ ചോദിച്ചത് എന്നോട്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ചോദ്യം ശരിയല്ല മനെ. ഞാൻ എന്തിനാ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു ഈ നന്മ സോറി വിട്ടേക്കോ. അല്ല വിടാൻ പറ്റില്ല. അതായത് ഒരു തിന്മയില്ലാതെ നന്മയില്ല, നന്മയില്ലാതെ തിന്മയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതല്ല, അങ്ങനെയല്ല. ഒന്നില്ലെങ്കിൽ മറ്റത് നമുക്ക് അതിന്റെ കോൺട്രാസ്റ്റിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് ഡാർക്ക്നെസ് ഉണ്ടെങ്കിലേ നമുക്ക് ബ്രൈറ്റ്നെസ്സിനെ നമുക്ക് കാണാൻ തന്നെ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ ഒരാൾ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധമില്ല. അതിന് വേറെ കുറെ ആൾക്കാരുണ്ട്. നമുക്ക് നല്ലതിനെ ആലോചിച്ചിട്ട് നിൽക്കാലോ. അല്ല, പക്ഷെ എൻ്റെ അഭിപ്രായം കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ വേണം എന്നാണ്. കാരണം ഉദാഹരണത്തിന് ഞാൻ പറയാം, എക്സാമ്പിൾ പറയാം. വേണം. നമ്മൾ ഈ ഓട്ടോമേറ്റഡ് കാറുകളില്ലേ, ഓട്ടോമേറ്റഡ് കാറുകൾ, ഇപ്പോൾ റോബോട്ട് ഓടിക്കുന്ന കാറുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ നിങ്ങൾ US കണ്ടിട്ടുണ്ടാവില്ലേ? ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഓടിക്കാൻ പറ്റുമോ? ഇവിടെ ഓടിക്കാൻ പറ്റുമോ? നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. കാരണം ഇതിന് ഇന്ത്യയിൽ പെട്ടെന്നൊന്നും ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ സാധനത്തിന് ആൾക്കാർ അതിന് മുന്നിൽ കയറി നിൽക്കും, അതിനെ കളിയാക്കും. എന്ത് ചെയ്യും? ഒരു 2 ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വേണത്. വേണ്ടെന്നല്ല. നിങ്ങൾക്ക് ഗണ്ണുണ്ടോ? അല്ല, പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ എനിക്കുണ്ടെന്ന് പറയണ്ടല്ലോ. അതുണ്ടെന്ന് വിചാരിച്ചോ? ഉണ്ട്. അപ്പൊ അത് ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ ചിലപ്പോൾ വീട്ടിലൊരു അപകടം വന്നാലോ, വിദേശത്തൊക്കെ അതുണ്ട്, പെർമിഷൻ ഉള്ളതാണ്. അപ്പോൾ നമ്മളത് സേഫ് ആയിട്ട് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഡെയിലി പുറത്തേക്ക് എടുത്തിട്ട് ജിമ്മിൽ പോകുമ്പോഴും മറ്റേ ഓഫീസിൽ പോകുമ്പോഴും പോയിട്ട് 2 ഷൂട്ട് ചെയ്തോണ്ടിരിക്കണ്ടല്ലോ. അതവിടെ നിന്നോട്ടെ, ബാലൻസിന് അതവിടെ നിന്നോട്ടെ. ഇപ്പൊ നിങ്ങൾ തെറി പറയുന്നില്ല അങ്ങനത്തെ ഒരാള്, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു തെറി അറിയില്ല എന്നാ? ഒന്നും അറിയില്ലേ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഞാൻ ഒന്നും പറയുന്നില്ല എന്നുള്ളത്? എല്ലാം നമുക്ക് ഇതെല്ലാം അറിയാം. ഇതൊക്കെ എങ്ങനെയാണ് നമ്മളത് പറയണ്ടെന്ന് തീരുമാനിച്ചല്ലേ? അതൊരു തീരുമാനമാണ്. അത് ശീലത്തിന്റെ ഭാഗോ സ്വഭാവത്തിന്റെ ഭാഗോ പെരുമാറ്റത്തിന്റെ ഭാഗോ അതുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ആണ്. അപ്പൊ അതവിടെ നിന്നോട്ട്. എന്നിട്ടിപ്പോ ഞാനിങ്ങനെ എന്റെ മോളെ ആരെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും ദ്രോഹിക്കുന്ന തല്ലുന്ന എല്ലാം കണ്ടാല് നമ്മള് കൊല്ലില്ലേ? പിന്നെ നന്മയും കൊണ്ട് കൊല്ലാൻ പറ്റുമോ? ഗാന്ധിജി ചോദിച്ചില്ലേ? എനിക്കറിയാൻ പറ്റില്ല. ഗാന്ധിജി ചോദിച്ചു, എന്തെന്ന്? അവര് നിങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു വയലൻസിന്റെ സമയത്ത്? അപ്പൊ എന്താ പറഞ്ഞു? നിങ്ങൾ അവരെ ഉപദ്രവിക്കേണ്ടായിരുന്നു എന്ന് ഗാന്ധി പറഞ്ഞതാ. എനിക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായി. ഞാൻ ആ പുസ്തകം വായിച്ചു, പക്ഷെ അത് മറന്നുപോയി കുറെ. എന്തെന്ന് പറഞ്ഞുതരോ? അതായത് ഗാന്ധിജി ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, മറ്റേ റയോട്ട്സ് ഒക്കെ നടക്കുന്ന സമയത്ത് പല അങ്ങോട്ട് റേപ്പ്, ആൾക്കാരെ കൊല്ലുന്നു ഒക്കെ നടത്തുന്ന സമയത്ത് ഗാന്ധിജി ചോദിച്ചു, അവര് കയറി വന്നപ്പോൾ നിങ്ങൾ എന്താണ് തിരിച്ച് അറ്റാക്ക് ചെയ്യാതിരുന്നു ചോദിച്ചു. വെരി ഗുഡ്, ചോദിച്ചു. അപ്പൊ നല്ല കാര്യമല്ലേ? ബ്രില്യൻറ്റ്. ഓക്കെ. അല്ല, അതല്ല ഈ അത് കൊള്ളാം. ഇതെല്ലാം ഒരു പരിധിവരെ നമ്മൾ, അതല്ല ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഫോർഗീവ്നെസ്സിനെ പറ്റിയിട്ട് പ്രീച്ച് ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒട്ടും ഡിസർവ് ചെയ്യാത്ത സ്പേസിലുണ്ട്. അതിനപ്പുറത്തൊന്നും നമ്മൾ പറയാഞ്ഞിട്ടാ അടിച്ച് കാരണം വിളിക്കാൻ പറയില്ലേ? അതുണ്ട്. അങ്ങനെ അല്ല, അയ്യോ, അത് ഒരു എല്ലാത്തിനും നമുക്ക് ഏത് കാര്യത്തിൻ്റെയും തോത്, ഒരു കാര്യം വിഷമാവണമെന്ന് തീരുമാനിക്കുന്നതിന്റെ തോതാണെന്ന് അറിയും അല്ലേ? വിഷം പോലും അമൃതും തന്നെയാ. അമൃതം എന്തിനാ? വെള്ളം ആണല്ലോ. വെള്ളം വിഷല്ലേ? നിങ്ങളൊരു മുകളിൽ കുടിച്ച് വാട്ടർ ടോക്സിസിറ്റി ചത്തുപോകും. ഏത് കാര്യം. അപ്പൊ ആ തോത് അതന്നെ ബാലൻസ് അവിടെയാണ് മാജിക്. എന്തെല്ലാം എന്നെ കൊണ്ട് പറയിക്കുന്നത്. ഞാനെന്താ തത്വം ചിന്തക്കുന്നത്? ഞാനൊന്നും ഇങ്ങനെ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ രസമുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ നല്ല രസമുണ്ട്. അത് ഞാൻ അത്ര ശരിയില്ലാത്തതുകൊണ്ടാ. അല്ല, നിങ്ങൾ നല്ല രസമുണ്ട്. അല്ല, അങ്ങനെ ഇതൊരു കോൺവെർസേഷൻ ആയിട്ട് എടുക്കും. ഞാൻ ആ ക്യാമറയിലെല്ലാം എടുക്കുമെന്ന് ഓർമ്മിക്കുക. അപ്പോഴാണ് ഞാൻ അങ്ങോട്ടെല്ലാം നോക്കുന്നത്. അല്ലെങ്കിൽ നല്ല രസമുണ്ട് നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾ പറയും ഇങ്ങനെ വേണ്ടിക്കൊണ്ടിരിക്കാം. ഇതെല്ലാം കാണും ആൾക്കാർ. കാണുന്നവർക്കെല്ലാം ഗുണമുണ്ടാവും. ഉണ്ടില്ലെങ്കിൽ ആരും കാണാനില്ലെങ്കിലും അവിടെ കിടക്കും. ആവശ്യമുള്ളവർ കണ്ടാൽ മതി. ശരി, ഇഷ്ടപ്പെട്ടില്ലേ? കാണണ്ട, നിർത്തി പൊക്കോട്ടെ. അങ്ങനെ എന്തായാലും ഇതിന് നെഗറ്റീവ് കമന്റ്സ് വരാൻ ചാൻസ് ഇല്ല.
ഇല്ലേ? നമ്മൾ നേരത്തെ അവന്മാര് വൃത്തിയില്ലാത്തവരാണ് അതല്ല അതുകൊണ്ടല്ല സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് എഴുതുന്നവന്മാർക്ക് അവര് കുളിക്കൂല നനക്കൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇനിയിപ്പോ അവരിങ്ങനെ ടൈപ്പ് ചെയ്തോണ്ട് ഭാര്യ പോയി ചോദിക്കില്ല നിങ്ങൾ എന്ത് മനുഷ്യനാണ്, അതുകൊണ്ട് ഇനി നെഗറ്റീവ് കമന്റ് ഒന്നും വരില്ലായിരിക്കും. അപ്പൊ ഞാൻ ഒരു ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവരോട് പറയാം, കുളിക്കാത്ത നനയ്ക്കാത്ത ആൾക്കാർ മാത്രം ഇതിൽ നെഗറ്റീവ് കമന്റ് ഇട്ടാൽ മതി അല്ലേ? അപ്പം നമുക്ക് പയ്യെ ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും സംസാരിച്ചല്ലോ, അതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനുഷ്യന്മാരെ റീഡ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ റീഡ് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഗസ്റ്റ് വരാൻ ബുദ്ധിമുട്ട്. ആൾക്കാർ ഈ പേരൊക്കെ കേട്ട് കഴിഞ്ഞ ആൾക്കാർ പേടിച്ചിട്ട് വരുന്നില്ല. അവരോട് എല്ലാം കണ്ടല്ലോ, എന്താ പറയുന്നത്? അത് നിങ്ങൾ മറ്റേപോലെ എടുക്കണം. കാണുന്നവർ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ വരുന്നവർ വന്നാൽ മതി എന്ന് വിചാരിക്കണം. കഷ്ടം. അങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും വരുമോ? നമ്മള് പലരിടത്തും അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വരുമോ? ഒരു പണി നോക്കണം, നിന്റെ ഇന്റർവ്യൂ ഒന്നും ആരും വരുന്നില്ല ഇവിടെയൊക്കെന്ന് പറയും. നീ ആര് നിങ്ങൾ പറഞ്ഞേ ഞാൻ ചോദിച്ചേ ആണ് രണ്ടാമത് ഇത്രേ. ശരി, നിങ്ങള് ശരി. നമ്മളെന്താ അറിയോ, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എന്നെ വിളിച്ചപ്പോ എന്നെ ഞാൻ പറഞ്ഞിരുന്നു നല്ല അല്ലേ. അപ്പൊ എനിക്കിപ്പോഴും അറിയില്ല ഈ ചാനലിന് ഫോളോവേഴ്സ് വ്യൂ ഒന്നും എനിക്കറിയില്ല. ഓരോ വ്യൂ എത്ര ഒരാള് എത്ര കണ്ടു എന്നൊന്നും നോക്കലേ ഇല്ല ഞാനൊരു വീഡിയോ കാണുമ്പോൾ. നമുക്കതില് നിങ്ങളുടെ രീതികൾ എല്ലാം രസമുണ്ട്. ഞാൻ അതിൽ ഒന്ന് രണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ഫിയർ എന്ന് പറഞ്ഞാൽ നോക്കൂ, എനിക്ക് പേടി കുറവുള്ള ആളാണ് ഞാൻ. ആ പറഞ്ഞ ഫിയർ നല്ല ഉദ്ദേശത്തിൽ ഞാൻ എവിടെയോ ഇരിക്കുന്ന ആൾ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു കൺസേൺ എനിക്ക് നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നിട്ട് ഞാൻ ആദ്യം നമ്മൾ സംസാരം തുടങ്ങി, നോട്ട് ഓൺ റെക്കോർഡ്. അപ്പം അത് അതിന് വാല്യൂ തോന്നിയിട്ടില്ലേ? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമുക്ക് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവില്ലേ? ചിലപ്പോൾ ഒരു 2 കോളിനപ്പുറത്തായിരിക്കും വേണ്ടുന്ന ഒരാൾ. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ പിന്നെ എന്നോട് അറിയിച്ചു. അപ്പം ഞാൻ അവരോട് പറയാം നല്ല പരിപാടിയാണെന്ന്. ഞാൻ ഇന്റർവ്യൂവിൽ പറയട്ടെ ആരാ വേണ്ടെന്ന്? അത് അങ്ങനെ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾ മനസ്സിലായ ഒരു 4 ആളെ ഇപ്പം എനിക്ക് മനസ്സിലായി. അതല്ല മോനെ, ഇവിടെയാണ് ഈവിളൊക്കെ വേണമെന്ന് പറയുന്നത്. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ വൈശാഖനൊക്കെ വന്നിരുന്ന സ്ഥലമാണ്, ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്ന് അവരുടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ക്വാളിറ്റി മനസ്സിലാകുന്നില്ല, അവർ ഈ സ്പേസ് ഡിസർവ് ചെയ്യുന്നില്ല എന്നും ആലോചിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. ഞാൻ ഇത് 1-2 രീതിയിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പോകുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഈ കുഞ്ഞു കാര്യങ്ങളെ പറ്റി ഇടയ്ക്ക് കുറച്ച് സംസാരിച്ചിട്ടേ, ഇവരെ ഡിപ്രസ്ഡ് ആക്കുന്ന, വിഷമിപ്പിക്കുന്ന, അതായത് ഏറ്റവും കുട്ടികളാട്ടോ, അത് ഏറ്റവും കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ ഫോളോ അൺഫോളോ ഗെയിമൊക്കെ ഇല്ലേ, അവരെൻ്റെ കോണ്ടന്റ് ഷെയർ ചെയ്തില്ല, അവർ ഫോളോ ചെയ്തില്ല, ഒരു കാരണവശാലും ഈ പേജ് ഫോളോ ചെയ്യുമെന്ന് പറയരുത് എന്നാണ് ഞാൻ വിചാരിക്കുക. നമ്മളൊന്നും എന്തായാലും ചെയ്യില്ല, ഞാനതല്ല പറയുന്നത് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട്. ബിക്കോസ് യു പീപ്പിൾ, നിങ്ങൾ മാറ്റേഴ്സ് ആണ് ഭയങ്കര, യു മാറ്റർ അലോട്ട്. അപ്പം ഗോഡ് ഫാദർ സിനിമയിൽ പറയുന്ന ഒരു രീതിയില്ലേ, ഗിവ് ദം ആൻ ഓഫർ, മേക്ക് ദം ആൻ ഓഫർ, ദേ കാന്റ് റിഫ്യൂസ്. അൺഡിനേബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കോണ്ടന്റുകൾ ഇട്ട് തുടങ്ങാൻ, അതവർക്ക് ഫോളോ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ പോട്ടെ, ഒരാൾ ഒരു ലെറ്റ്സ് സേ നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങളുടെ സെലിബ്രിറ്റികൾ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, അവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് സംഭവം ഇത് കിട്ടുന്നില്ലെങ്കിൽ അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്നും കൂടി അതിനൊരു അർത്ഥം ഉണ്ടാവാം. അല്ല, നിങ്ങളല്ല ഞാൻ പറയുന്നത്, ഞാൻ അവിടെ പറയാം, നിങ്ങൾ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളോടെ അല്ല കേട്ടോ ഞാൻ ഇതിലേക്ക് വരുന്നത്, അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഫോളോ ചെയ്യും. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നവരെ നിങ്ങൾ നന്നായി എക്സാക്ട്ലി ഇത് ആലോചിച്ചാൽ മതി. ഇത് നിങ്ങളുടെ കോൾ ഒരാളൊരു 3-4 പ്രാവശ്യം എടുത്തില്ല, ഒരു വിഷമാണ് മനസ്സിന്, അത് ഗ്രഡ്ജായിട്ട് കൊണ്ടു നടക്കണം എന്നൊന്നുമല്ല. നമുക്ക് അങ്ങനെ ഗ്രഡ്ജാക്കി കൊണ്ടു നടക്കാൻ നമുക്ക് അതിന്റെ സ്ഥലം ഉണ്ടാവില്ല. ഞാനിത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ശരി, നമ്മൾ കോൾ എടുക്കാതിരിക്കുമ്പോൾ എനിക്ക് ഈ അസുഖം തന്നെ ഉള്ളതാണ്, ഫോണോടുള്ളൊരു അതുകൊണ്ട് ഞാനിതിന് പറ്റിയ ആളല്ല പറയുന്നത്. പക്ഷെ യു കോൾ സമയം അവരെടുത്തില്ല,
എന്തായിരിക്കണം പറയുന്നത്, സമയമില്ല, പ്രയോറിറ്റി, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണെങ്കിൽ മതി. ഇപ്പം ഞാൻ എനിക്ക് എപ്പോഴും എടുക്കണമെന്ന് നിർബന്ധമില്ല, അവന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യാനല്ല ഇത് പറയുന്നത്, നന്നവനാ ആ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഇത് കേട്ടുള്ളൂ. അപ്പോൾ അവരെടുക്കുന്നില്ല. യു ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇനഫ് എന്നുള്ളൊരു അർത്ഥത്തിലുണ്ട്. നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇനഫ് അല്ലെങ്കിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, ഒന്ന് എക്സ്ട്രീം പോസിറ്റീവും ഒന്ന് എക്സ്ട്രീം ഇതുമാണ്. അവനല്ലേ മനസ്സിലാവുന്നില്ലേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ. ഇപ്പോഴത്തെ അതല്ല കേട്ടോ, അല്ലെ വേണമെങ്കിൽ തിരിച്ചു വിളിക്കാം, പിറ്റേ ദിവസം തിരിച്ചു വിളിക്കാം, ഒരു ടെക്സ്റ്റെങ്കിലും ചെയ്യാം. അതുമില്ലെങ്കിൽ നിങ്ങൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു 3 പേരുടെ ലിസ്റ്റ് എടുക്കുക. അവർ വിളിച്ചാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ കോൾ എടുക്കുമായിരുന്നു ആലോചിക്കാം. നിങ്ങൾക്ക് ഏറ്റവും അങ്ങനെ ഭയങ്കര ബഹുമാനം ആരാധനയുള്ള, നിങ്ങൾ കോൾ വന്ന് എണീച്ചേക്കുന്ന അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞേ. അവർ വിളിച്ചാൽ നിങ്ങൾ ആ സമയത്ത് ഫോൺ എടുക്കുമോ? അപ്പം എടുക്കും. പരീക്ഷ കൊള്ളുന്നതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുത്തേക്കും. അപ്പോൾ സംവെയർ യു ആർ നോട്ട് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇനഫ്. എല്ലാവരുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആവാൻ പറ്റില്ല. ബി ദാറ്റ് പേഴ്സൺ. ഇങ്ങനത്തെ രീതിയിലൊക്കെ മോട്ടിവേഷൻ എടുത്താൽ നല്ല രസമായിരിക്കും. എപ്പോഴും വളരാൻ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാൻ എന്തെങ്കിലും കിട്ടും. സോ നിങ്ങളുടെ സ്റ്റേജിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ വരുത്തുന്നേ, പുഷ് ചെയ്തിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും വരുത്തണ്ട. ഇംപ്രൂവ് അവർ കണ്ടന്റ്. പിന്നെ ഞാൻ പറയും, ഞാൻ ജെന്യുവൻ ആയിട്ട് പറയും, ഞാനത് സത്യസന്ധമായിട്ട് പറഞ്ഞതാ. അത് എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് പറയാം ഇത് നല്ലതാണ്, ഒന്ന് പോയി നോക്കൂ. അത് ഞാൻ പറയും, ഇതിന്റെ ഔട്ട് ആദ്യം വരട്ടെ, എന്നിട്ട് ഞാൻ എഡിറ്റിംഗ് എല്ലാം മര്യാദക്ക് ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം നല്ലതാണെങ്കിൽ അപ്പം അത് അയച്ചു കൊടുക്കുക, എന്നിട്ട് പറയാം പൊയ്ക്കോ ധൈര്യമായിട്ട് എന്ന് പറയാം. ഇത് തന്നെയാണ് ഇത് എപ്പോഴും ഒരു കോമ്പൗണ്ടിങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അവർക്കും ഇതുപോലെ അവരൊക്കെ ഇതൊരു ഡോക്യുമെന്റേഷൻ ആണ്. ഞാൻ നേരത്തെ കൊണ്ടാണ് അങ്ങനെ ഇതൊരു ഡോക്യുമെന്റേഷൻ ആയിട്ട് കാണണം. നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേജിനെ അങ്ങനെ കാണാൻ തുടങ്ങി, അതിന് അപ്പം അങ്ങനെ ചിന്തിക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയിട്ട് അത് രസമുണ്ട്. ഇതൊരു ഡോക്യുമെന്റേഷൻ ആണ്. അവരൊക്കെ ഉണ്ടായിരുന്ന കണ്ട ഒരു വേദി കുറച്ചു കാലം വരെ കഴിഞ്ഞാൽ ഇതിൽ പലരും ഇല്ല. അപ്പൊ നമ്മൾ പാസ്റ്റിലോട്ട് നോക്കിയാലും അവരൊക്കെ അവർ അടയാളപ്പെടുത്തത് ആ സിഗ്നേച്ചറിന്റെ കൂടെ ഒരു ഭയങ്കര രസം. അതുപോലെ നമ്മൾ വളരെയധികം ആഗ്രഹിച്ചാണ് ശ്രീനിവാസനെ കൊണ്ടുവരാനായിട്ട്. അതൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. ഇനി അതുപോലെ ഒരാളില്ല, മനസ്സിലായോ? നമുക്ക് വേറെ പലരെയും പറയുമ്പോ അതിനെ ഒന്നില്ലെങ്കിൽ 2 ആളെ കൊണ്ടെങ്കിലും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇതില്ല. അതൊന്നേ ഇല്ലു, അതിന് നടക്കില്ല. അതാ പറഞ്ഞത്. ആ ചരിത്രത്തിന്റെ ഭാഗമാവാൻ നമ്മൾക്ക് പറ്റിയിട്ടില്ല എന്ന് നമ്മൾ വിഷമിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു ചോദ്യം ഉണ്ടോ ഇന്റർവ്യൂവിന്? എന്റെ നമ്പറും കൊണ്ട് ഇങ്ങോട്ട് ഹൗ വുഡ് യു എൻഡ് യുവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ എഴുതുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് ആ പുസ്തകത്തിലെ എപ്പോഴെങ്കിലും റിലീസ് ആയാൽ അത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അതിന്റെ ലാസ്റ്റ് ചാപ്റ്റർ. അതിലുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് ഈ ചോദ്യം വന്നത്. ഒരു ഇന്റർവ്യൂക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചോദ്യം അതാണ്, അല്ലേ? ഇപ്പൊ പറയേണ്ടാത്ത കുറെ ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളാ. അത് നമുക്ക് അടുത്ത ഇന്റർവ്യൂവിൽ ചോദിക്കാം, ഉറപ്പായിട്ട് ചോദിക്കാം. എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ തരാം ഒരു കാരണം, ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ആവുമ്പോ ഇതൊരു ചെറിയ നീഷായതുകൊണ്ട് നിഷ് അല്ലെ അങ്ങനെ പറയല്ലേ. ഇപ്പൊ അച്ഛന്റെ പേര് ചോദിച്ചാൽ അത് ഒന്നല്ലേ പറയാൻ കഴിയില്ല എല്ലാ പ്രാവശ്യവും. എന്നിട്ട് അപ്പൊ എങ്ങനെ മെന്റലിസ്റ്റ് അങ്ങനെ ചോദിച്ചു വരുമ്പോ പറയുന്ന ഉത്തരം സെയിം തന്നെയാണ്. പിന്നെ നമുക്കത് വേറെ രീതിയിൽ പറയാന്നേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ആൾക്കാർ പറയും അതോ കുറെ എണ്ണൊക്കെ കേട്ട ചോദ്യങ്ങളായിരുന്നു, ഇതിൽ അങ്ങനെ എല്ലാം തോന്നുന്നു, എല്ലാം പുതിയ കാര്യങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഇതിലെ പല കാര്യങ്ങളും ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഉണ്ടായിട്ടില്ല, പറഞ്ഞു തുടങ്ങിയിട്ട് സ്ട്രക്ചറായി വന്ന്. അപ്പൊ അതിനൊരു രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങളോട് സംസാരിച്ചത്. നല്ല രീതിയിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്തു എന്നിട്ട് നല്ല രീതിയിൽ എപ്പിസോഡ്. താങ്ക് യു വെരി മച്ച്.